പ്രത്യേകമായും സാബത്ത് ആയതുകൊണ്ട് പല ആരാധനാലയങ്ങളിലും മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു പക്ഷെ ആളുകൾ വളരെ കുറയുന്നതെന്ന് വിചാരിക്കുന്നു. പക്ഷേ അത് സാരമല്ല. ഒരു പക്ഷെ നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകമായും സാബത്ത് ആയതുകൊണ്ട് പല നമുക്കത് തുടർന്നേ പറ്റുകയുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും. We are so happy to have Elder MANISHPOWAR with us today. Thank you so much. Let us directly go to the lesson. Welcome, Elder MANISHPOWAR. Good evening, everyone, and a very happy Sabbath to you all. ഒരു സന്ധ്യാവന്ദനവും ഒപ്പം മനോഹരമായ ഒരു ശബ്ദം ആശംസിക്കുന്നു. A little recap we will do of the last lesson last week. കഴിഞ്ഞ ആഴ്ചത്തെ പാഠം തന്നെ നമുക്ക് പഠിക്കാം. I hope you all remember that lesson. നിങ്ങളെല്ലാവരും അത് ഓർത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കാം. See, every week we try to find the main central theme of that lesson, and we try to not do the whole lesson, but we do the main point of that lesson. നമ്മൾ ആ പാഠം മുഴുവൻ പഠിക്കാതെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതിന്റെ പിന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശ്രദ്ധ ആർന്ന ഭാഗം അല്ലെങ്കിൽ അതിന്റെ ന്യൂക്ലിയസ് അതിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. And the past lessons are going little step by step. ആ പാഠങ്ങളൊക്കെ പടിപടിയായിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. There are links to the next lesson. ഓരോ പാഠത്തിനെയും ബന്ധിപ്പിക്കുന്ന ചങ്ങലകൾ, ലിങ്കുകൾ നമുക്ക് കാണാൻ പറ്റും. And that is why we will recap last week's lesson a little bit. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച പഠിച്ച ഭാഗത്തെ നമ്മൾ അല്പം ഒന്ന് കൊണ്ടുപോകേണ്ടുന്നത്. Anyone remember what was the last week's lesson? കഴിഞ്ഞ ആഴ്ചത്തെ പാഠം എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? And what we had talked about. നമ്മൾ എന്താണ് സംസാരിച്ചതിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടോ? Surrender. Yes, exactly. Anything else anyone wants to add to that? അതുമായിട്ട് ആർക്കെങ്കിലും ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? Negative thought and positive right thought. Right, yes, absolutely. Basically, yes, please go ahead. നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളും പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. So basically there were two parts to last week. അടിസ്ഥാനപരമായി രണ്ട് ഭാഗങ്ങൾ അതിനുണ്ടായിരുന്നു. We did one part of that lesson. നമ്മൾ ആ പാഠത്തിന്റെ ഒരു വശം അങ്ങനെയാണ് ചെയ്തത്. The second part we have just spoken about it, but we didn't do anything about that. നമ്മൾ ആ ഭാഗത്തെ കുറിച്ച് പറഞ്ഞു, പക്ഷെ അധികം അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തില്ല. So the first part was about giving it up. ഒന്നാമത്തെ ഭാഗം നൽകുന്നതിനെ പറ്റിയായിരുന്നു. Which basically talks about surrender. അത് പരിപൂർണമായ സമർപ്പണത്തെയാണ് സൂചിപ്പിക്കുന്നത്. Surrendering what you have. നമുക്കുള്ളതിനെ ഒക്കെ സമർപ്പിക്കുന്നതിന്. And what you have basically is something which you have collected for yourself for the future. നമ്മളുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭാവിക്ക് വേണ്ടി നമ്മൾ മാറ്റുന്നത്. And we'll start talking about that from there. നമുക്ക് അവിടുന്ന് അല്പമായിട്ട് സംസാരിച്ച് തുടങ്ങാം. And so without any time, we will go directly to the lesson. I will just change that camera to the writing pad that I have. നമുക്ക് പാഠത്തിലേക്ക് അവിടെ നിന്ന് നേരെ കടക്കാം. ക്യാമറ ഞാൻ അവിടെയുള്ള റൈറ്റിംഗ് പാഡിലേക്ക് തിരിക്കുകയാണ്.
Okay, so we will begin with last week's lesson. നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിൽ നിന്ന് തുടങ്ങാം. One. So we have giving it up, which is basically talking about surrender. കൊടുക്കുന്നതിനെ പറ്റിയും സമർപ്പിക്കുന്നതിനെ പറ്റിയും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. The second part is about what you have and what you have collected for yourself, that is security. Pardon? The second part is what you have collected for yourself, all the positive things, and that is your security. അതായത് നമുക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ പിന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളതാണ്, സുരക്ഷയ്ക്ക് വേണ്ടി. So this is what we call the positive. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് എന്ന് കഴിഞ്ഞ ആഴ്ച കണ്ടത്. And last week we saw that this security, what we have collected for ourselves, we are dependent on this security for our future. നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആശ്രയിക്കുന്നു എന്ന് കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കി. It's like the lesson talks about something, and we are going to go from here to here. We are not going to go like this. We will go this way. Okay, നമ്മൾ ഈ വശത്ത് നിന്ന് അങ്ങോട്ട് പോകുകയല്ല, ഈ വശത്ത് നിന്ന് ഇങ്ങോട്ട് ചിന്തിച്ചു വരും. So basically our security, അടിസ്ഥാനപരമായി നമ്മുടെ സെക്യൂരിറ്റി, നമ്മൾ കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, the security is basically like the lesson talks about. First, the lesson talks about old age. പാഠം ആദ്യമായി പറയുന്നത് നമ്മുടെ വാർദ്ധക്യ കാലത്തെ കുറിച്ചാണ് പറയുന്നത്. So basically for old age, I need to do something so that when I am old and I cannot fend for myself, this will help me. വാർദ്ധക്യ കാലത്ത് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന സുരക്ഷ പണം അല്ലെങ്കിൽ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന കാര്യം നമ്മളെ സഹായിക്കും. So before old age we have retirement. വാർദ്ധക്യത്തിന് മുമ്പ് നമുക്ക് റിട്ടയർമെന്റ് ഉണ്ട്. Not only are we worried about our retirement, our whole family is worried about our retirement also. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബം മുഴുവൻ ഈ റിട്ടയർമെന്റിനെ കുറിച്ച് വിഷമിക്കുന്നുണ്ടാവും. What else do you think we want to secure our future? For what? ഭാവി സുരക്ഷമാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? We want to secure our future for old age. We want to secure our future for retirement. What else is there? നമ്മുടെ വാർദ്ധക്യ കാലത്തേക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കണം, സുരക്ഷിതമാക്കാൻ വേണ്ടി. അതേപോലെ റിട്ടയർമെന്റിന് വേണ്ടി നമ്മൾ കരുതി വെക്കണം. വേറെ എന്തൊക്കെയുണ്ട്? When you think about your life and security, what do you think about? I need this, I need to do this for this reason. What are the reasons? ഈ കാര്യത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം, ആ കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ച് നമ്മൾ മാറ്റിവെക്കുന്ന കാര്യം എന്തൊക്കെയാണ്? Can anyone help me with the answers? ഉത്തരം പറഞ്ഞ് സഹായിക്കാമോ? Health problems. Yes. You need health problems. Exactly. Diseases. ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങൾ വരുമ്പോൾ. We are often worried about ourselves, our family members, our loved ones. What will fall sick when we don't have the money? What will we do? So we take health insurance. ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താണ് കരുതി വെക്കുന്നത്? Different things are there. Health insurance is there. We try to save money. ആരോഗ്യ ഇൻഷുറൻസുകൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കും.
Anything else? Very good. This was വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി For our eternity. for Eternity. our security is not in our eternity, no? In this life. നമ്മുടെ In this life, what you need to secure yourself for? നമ്മുടെ ഈ ജീവിതത്തില് നമ്മൾ സുരക്ഷിതമാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? When we think about India and especially Kerala, we will consider our children's also. Okay. Children's future. Correct, sir. ശരിയാണ്, കുട്ടികളുടെ ഭാവി നമ്മൾ കരുതണം. We are often worried about our children's future. Education has become so costly. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് നമ്മൾ ആശങ്കപ്പെടും. വിദ്യാഭ്യാസം ഇന്ന് വളരെ പണം ആവശ്യമുള്ള ചിലവുള്ള കാര്യമായി മാറിയിരിക്കുന്നു. And usually when children are born, we are already thinking about college and further and how to save money for their future. കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ നമ്മൾ കോളേജിനെ കുറിച്ചും അവരെ പഠിപ്പിക്കേണ്ടതിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കാനും ഒക്കെ തുടങ്ങും. Is there anything else that you need to secure? When you think about Western culture, it is something different. Okay. ഇതല്ലാതെ വേറെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നതുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഇതല്ലാതെ we are talking about our culture only. കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം, അതൊക്കെ പിന്നെ ഈ ജീവിതത്തിന് വേണ്ടിയുള്ള കാര്യമല്ലല്ലോ, അതൊക്കെ നിത്യജീവന് വേണ്ടിയുള്ള കാര്യമല്ലേ. വാർദ്ധക്യത്തിൽ കൂടുതൽ ചിന്തിക്കും. ഞങ്ങളൊക്കെ വയസ്സുന്നവരല്ലേ, ആർക്കറിയാം. യവന കാലത്ത് ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ ഇപ്പഴാ കർത്താവ് ഇപ്പോഴും വന്നാ എങ്ങനെ അങ്ങ് എല്ലുവോ എന്നുള്ളൊരു പേടിയുണ്ട് മനസ്സിൽ എപ്പോഴും. Mother is saying that they are worried about second coming of Jesus and they wanted to be there to see Jesus. So they of think course that is our every Christian's desire. അത് എല്ലാ ക്രിസ്ത്യാനികളുടെ ആഗ്രഹമാണ്. But till the time Jesus comes, there are some very real problems that are facing us. അഥവാ യേശു ക്രിസ്തു വരുന്നത് വരെ നമ്മൾ നേരിടുന്ന യഥാർത്ഥമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. And this lesson talks about how to deal with those problems in a Christian way. ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളെ ഒരു ക്രിസ്തീയമായ രീതിയിൽ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതാണ്. And that is why we are learning this lesson, to learn something about ourselves and what to do with these real problems. നമ്മളെ പറ്റിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. So basically we want to secure our old age. അടിസ്ഥാനപരമായി വാർദ്ധക്യകാലത്ത് നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് പദ്ധതിയിടും. When we retire, we need a house to stay in. റിട്ടയർമെന്റിന്റെ സമയമാകുമ്പോൾ നമുക്ക് താമസിക്കാൻ ഒരു വീട് വേണം. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കും. We need to deal with diseases of our own, of our family members, and we need security for those diseases. അംഗങ്ങളുടെയോ നമ്മുടെയൊക്കെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ നേരിടും എന്നതിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടാക്കും. We need to secure our children's future also. അത് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയും നമ്മൾ സുരക്ഷിതമാക്കാനായിട്ട് ആഗ്രഹിക്കും. And I would like to add one more. ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. We need security for unforeseen circumstances. Unforeseen Unforeseen circumstances.
നമുക്ക് അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ, പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ. And after the coronavirus, this has become more important for us because we don't know suddenly what will happen. ഇപ്പോ കോവിഡിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളെ കുറിച്ച് അമിതമായ ഉത്കണ്ഠയുണ്ട്. എപ്പോഴും തന്നെ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ അതിനെ എങ്ങനെ നേരിടും എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. We have money saved up, but when the lockdown was there, we could use that money and somehow it pulled us through. സത്യത്തിൽ നമ്മൾ സേവ് ചെയ്തിരുന്ന, ബാങ്കിലൊക്കെ നിക്ഷേപിച്ചിരുന്ന പണം ഉള്ളത് കൊണ്ട് ലോക്ക്ഡൌണിന്റെ സമയത്ത് എങ്ങനെയൊക്കെയോ നമുക്ക് ജീവിക്കാൻ സാധിച്ചു. We had saved it for the future, but in these 2 years, everything got wiped out. നമ്മൾ ഭാവിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന പണമാണ്. എന്നാൽ ഈ കഴിഞ്ഞ കോവിഡിന്റെ 2 വർഷം അതൊക്കെ എടുത്ത് ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. So we are now more afraid. ഇപ്പൊ നമ്മള് അങ്ങനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് കൂടുതൽ വിഷമിക്കുന്ന സാഹചര്യത്തിലാണ്. Of unforeseen circumstances. അതായത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാം, അതിനു വേണ്ടി കരുതി വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. So basically, for us, these what we have written down are the problems we are facing. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ എഴുതിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ. So these are the problems which we are facing. ഇതാണ് നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന ദുർഘട സമയങ്ങൾ, പ്രശ്നങ്ങൾ. Now the opposite of security is insecurity. നോക്കൂ, നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റിയെ കുറിച്ച്, സുരക്ഷിതത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിന്റെ നേർവിപരീതം എന്താണ്? അരക്ഷിതാവസ്ഥയാണ്, സുരക്ഷിതത്വം ഇല്ലായ്മയാണ്. So when we talk about old age, when we talk about retirement, diseases, children's future, unforeseen circumstances, we are looking at these as problems which need to be solved. അതായത് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നോക്കുമ്പോൾ വാർദ്ധക്യകാലത്ത് എങ്ങനെ അതിജീവിക്കും, റിട്ടയർമെന്റ് കാലത്ത് എങ്ങനെയായിരിക്കും, എങ്ങനെ നേരിടും, രോഗങ്ങൾ വന്നാൽ വലിയ വലിയ രോഗങ്ങൾ വന്നാൽ എന്തോ ചെയ്യും, കൊച്ചുങ്ങളുടെ ഭാവി എന്തോ ചെയ്യും, ഇനി അപ്രതീക്ഷിതമായ എന്ത് പ്രശ്നങ്ങളൊക്കെ വന്നാൽ എന്ത് ചെയ്യും, ഇതൊക്കെയാണ് നമ്മൾ നേരിടേണ്ടുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ. And the way we have found how to solve these problems are by making ourselves secure when it comes to these. നമ്മൾ ഈ പ്രശ്നങ്ങളെ കണ്ടെത്തി കഴിഞ്ഞ് അതിന് പരിഹാരം ആയിട്ട് എപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് നമ്മൾ കരുതി വെക്കുന്ന പണത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിലാണ്. And now how we are going to make ourselves secure to solve these problems, we have a certain method how we do it. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രത്യേക രീതികളുണ്ട്. So the first one I would like to say, and you can help me with the list. The first one is, ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറയാം, നമ്മൾ പരിഹാരത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ. ശേഷം പിന്നെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് പറയാം. our job gives us security. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ജോലി നമുക്ക് സുരക്ഷ നൽകുന്നതാണ്. പണം കണ്ടെത്താനും ഒക്കെ നമ്മുടെ ജോലി നമ്മളെ സഹായിക്കും. If you're working in a good company or you're working in a mission, നിങ്ങൾ ഒരു നല്ല കമ്പനിയിൽ ജോലി ചെയ്യുകയാണോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സുരക്ഷിതമായി എന്ന് നമ്മൾ വിചാരിക്കും. we call that a very secure job. നമ്മൾ പറയും വളരെ സുരക്ഷിതമായ ഒരു ജോലിയുണ്ട്, സ്ഥിരമായ ഒരു ജോലിയുണ്ട്. Because you get, when you retire, you get gratuity, you get provident fund. നമ്മള് പിന്നെ എങ്ങനെ നല്ലൊരു ജോലിയാണ് കിട്ടിയത്, പെൻഷൻ ആയി കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റി ഉണ്ട്, പെൻഷൻ ഉണ്ട്, PF ഉണ്ട്, പ്രോവിഡന്റ് ഫണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാലത്ത് വലിയ പ്രശ്നങ്ങളൊന്നും നേരിടത്തില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. Then you get medical assistance
പിന്നെ നമ്മൾ നേടാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അത് മാത്രമല്ല പിന്നെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്. അതായത് നമുക്ക് ചെലവഴിക്കുന്ന രോഗത്തിന് ചെലവഴിക്കുന്ന പണത്തിന്റെ ബില്ല് കൊടുത്താൽ അതിന്റെ ഇത്ര ശതമാനം തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ചിന്തയും നമുക്കുണ്ട്. You get education allowance for children. നമുക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ ചെലവിനുള്ള അലവൻസ് കിട്ടും. So that is why everybody is looking for a job, but they are looking for a secure job. എല്ലാവരും അതുകൊണ്ടാണ് സുരക്ഷിതമായ ഒരു ജോലി തിരയുന്നത്. If you are looking a good boy for your daughter, you will look that the boy has a secure job. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പെൺപിള്ളേർക്ക് പയ്യന്മാരെ ആലോചിക്കുമ്പോൾ നമ്മൾ പയ്യന് നല്ലൊരു ജോലിയുണ്ടോ, സുരക്ഷിതമായ ഒരു ജോലിയുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുക. Because that is how we solve the problems which we are facing. അങ്ങനെയാണ് നമ്മുടെ വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്. ഇങ്ങനെയാണ്. So like the job, it gives you some security to deal with these problems. What are the other things that will give you this security? നമ്മൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ നമ്മൾക്ക് കിട്ടുന്ന ജോലി കൊണ്ട് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഇതേപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ? കാര്യങ്ങൾ സുരക്ഷിതമാക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ. What do you think? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? Any answers? ഇനി ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? Relying on insurance companies. Yes. നമ്മള് LIC അങ്ങനെ പോലെയുള്ള ഇൻഷുറൻസ് കമ്പനികളിൽ നമ്മൾ പണം നിക്ഷേപിക്കും. When I was admitted in the hospital for some time, the first thing they asked me, do you have insurance? ഞാൻ കുറച്ച് ദിവസം മുമ്പ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു ട്രീറ്റ്മെന്റിന് വേണ്ടി. അപ്പൊ ആദ്യം അവർ ചോദിച്ചു നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്നാണ്. And then I said I don't have insurance. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞു. And the accountant explained half an hour to me why insurance is so important. അവിടെയുള്ള അക്കൗണ്ടിങ്ങിലുള്ള ഓഫീസർ എന്തുകൊണ്ടാണ് നമുക്ക് ഒരു ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് വേണ്ടതെന്ന് അരമണിക്കൂർ അങ്ങേര് ക്ലാസ് എടുത്തു. But that never happened till now. I don't have insurance. അത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഇൻഷുറൻസും ഇല്ല. So I am one insecure person now when it comes to disease. ആരോഗ്യ പ്രശ്നങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു സുരക്ഷിതത്വമില്ലാത്ത വ്യക്തിയാണെന്ന് പറയാം. The other things that we create for ourselves to deal with these problems is saving. മൂന്നാമത് നമ്മൾ ചെയ്യുന്ന സേവിങ്സ് ആണ്. നമ്മള് ശമ്പളത്തിൽ നിന്ന് സമ്പാദിച്ച് മിച്ചം പിടിച്ച് സമ്പാദിച്ചു വെക്കുന്ന കാര്യം. If you have saved enough money, then lot of these problems, it can be solved. നമ്മൾ ആവശ്യത്തിന് പണം സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. And the whole world talks about saving, how important it is. ലോകം മുഴുവനും സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. Sister White also talks about how to spend your money and how to save money. സിസ്റ്റർ വൈറ്റും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ പണം ചെലവഴിക്കേണ്ടതെന്നും എങ്ങനെയാണ് പണം സമ്പാദിച്ചു വെക്കേണ്ടതെന്നും ഒക്കെ സിസ്റ്റർ വൈറ്റും പറഞ്ഞു തന്നിട്ടുണ്ട്. Anything else that you can remember or നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? That is going to help us in dealing with these problems. ഈ നമ്മുടെ ജീവിതത്തിലെ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? Sometimes people will try to get closer to the political powers person. Okay. രാഷ്ട്രീയ ശക്തികളെ, രാഷ്ട്രീയക്കാരെ നമ്മൾ ആശ്രയിക്കും.
maybe we can say that government helps. Social We will, security, social security connection, policies of government. social connections. സാമൂഹ്യ ബന്ധങ്ങൾ When I get into any of these problems, I know this person, I know that person, I can talk to that person and get the work done. നമ്മൾ വിചാരിക്കും ഓക്കെ എനിക്ക് ആ മനുഷ്യനെ അറിയാം, എനിക്ക് ഈ മനുഷ്യനെ അറിയാം, അവരോട് സംസാരിച്ച് എനിക്ക് എന്തെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കും. Anything else? മറ്റെന്തെങ്കിലും കാര്യം? മക്കള് വാർദ്ധക്യത്തില് നോക്കും എന്നുള്ളൊരു പ്രത്യാശ പ്രകടിപ്പിച്ച് Sometimes we think that our children will protect us. Okay. So children, they will help us take care of us in old age. Okay, go ahead. കുഞ്ഞുങ്ങൾ നമ്മുടെ വാർദ്ധക്യ കാലത്തും റിട്ടയർമെന്റ് സമയത്തും രോഗസമയത്തും അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അവർ നമ്മളെ സഹായിക്കും, അവർ നമ്മളെ സംരക്ഷിക്കും എന്നൊരു ആശ്രയത്വം നമുക്കുണ്ട്. Anything else? ഇതല്ലാതെ വേറെന്തെങ്കിലും? പറയൂ. ആർക്കും പറയാനില്ല? ഇൻവെസ്റ്റ്മെന്റുകൾ. സർ, ചില ആൾക്കാർ ലാൻഡ് ഒക്കെ മേടിച്ചിടാറില്ലേ? Yeah, somebody was asking, some people will buy the land and keep. Oh yes. This വീട്, വസ്തുക്കള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. So we think about land, prices go up for land. If we buy now land, it will help us, at least we can build our own house. ഇപ്പോ ഇച്ചിരി വസ്തു മേടിച്ചിടുവാണെങ്കിൽ നമ്മുടെ വാർദ്ധക്യ സമയമാകുമ്പോൾ വസ്തുവിന് വില കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു വീടെങ്കിലും വെച്ച് വെക്കാം. ആവശ്യം വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് പണയം വെക്കുകയോ കൊടുക്കുകയോ ഒക്കെ ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കും. If you have your own house, at least you can stay there. Nobody will take you out of that house. Whether you have food to eat or not, you will be in your own house. നമ്മൾ വിചാരിക്കും സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ കൊള്ളാം, നമുക്ക് ആരോടും ചോദിക്കാതെ എവിടെയെങ്കിലും കയറി കിടന്നുറങ്ങാമല്ലോ. ഭക്ഷണം ഇല്ലെങ്കിലും കിടന്നുറങ്ങാനൊരു സ്ഥലം ഉണ്ടാകുന്നത് എത്ര ഭയങ്കര വലിയ കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കും. So very good answers. നല്ല ഉത്തരങ്ങളാണ് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. Anything else that you can think of? ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? I think this is about it. ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ, പ്രധാനമായ രീതികൾ. If you have a job, if you are insured for your life and for your health, if you have enough savings, if you have good social connections, if your children are there and they're good and they're educated, if you have made certain investments, if you have invested in land and house, you have your own house, you see a lot of these problems, no, they will be solved. നമുക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ, നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മള് സമ്പാദ്യം ഉണ്ടെങ്കിൽ, നമുക്ക് നല്ല സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളില് നമ്മള് വീട്ടിലോ പണത്തിലോ മറ്റെന്തെങ്കിലും വ്യവസായത്തിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. So you will find that this particular person will not be insecure.
ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ മനുഷ്യൻ ഇനി ഒരിക്കലും അരക്ഷിതാവസ്ഥയിലല്ല, അവര് സുരക്ഷിതരാണ് എന്ന് ചിന്തിക്കും. So this person will have a feeling of security. ഇതൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാൾ വിചാരിക്കും ഓക്കെ ഞാൻ സുരക്ഷിതനാണ് എന്നുള്ള ഒരു ഉറപ്പ്, ധൈര്യം ആ വ്യക്തിക്കുണ്ടാവും. So basically when we look at a problem, we see that problem as our enemy. നമ്മൾ പ്രശ്നങ്ങളെ കാണുമ്പോൾ, നമ്മൾ പ്രശ്നങ്ങളെ നോക്കുമ്പോൾ പ്രശ്നങ്ങളെ നമ്മുടെ ശത്രുവായിട്ടാണ് നമ്മൾ കാണുന്നത്. This enemy has to be conquered. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ശത്രുവിനെ നമ്മൾ കീഴടക്കണം, തോൽപ്പിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. We have to fight with this enemy to conquer this enemy. നമ്മള് ഈ ശത്രുവിനോട് യുദ്ധം ചെയ്തിട്ട് വേണം അതിനെ കീഴടക്കാൻ. Nobody wants to have these problems. ഈ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടാകണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. And because these problems are our enemy, we are fearing this enemy. നമ്മൾക്ക് എല്ലാവർക്കും ഈ പ്രശ്നത്തെ കുറിച്ച് ഉത്കണ്ഠയോ പേടിയോ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഈ പ്രശ്നങ്ങളെ ഭയക്കുന്നു. It's like a king who is fearing his enemy, that when this enemy will strike us and what will happen, we have to be ready. ഒരു രാജാവാണെങ്കിൽ അയാൾ വിചാരിക്കും എപ്പോഴാണ് ശത്രു രാജ്യം വന്ന് ആക്രമിക്കുക എന്ന് ആലോചിച്ച് അയാള് അതിനെ വേണ്ടുന്ന എതിർ കാര്യങ്ങളൊക്കെ ചെയ്യും. So I am the king in my life and I have this enemy which is going to strike me. എന്റെ ജീവിതത്തിന്റെ രാജാവാകുന്നു ഞാൻ, എന്റെ പ്രശ്നങ്ങൾ എന്റെ ശത്രുവാണ്, അതുകൊണ്ട് ഞാൻ അതിനെ കീഴടക്കണം എന്ന് നമ്മൾ ചിന്തിക്കും. So what I do is I make soldiers for myself. അതിനുവേണ്ടി നമ്മള് ഈ പ്രശ്നങ്ങളോട് തോൽപ്പിക്കാൻ നമ്മള് പടയാളികളെ സൃഷ്ടിക്കും, പട്ടാളം. And I expect these soldiers to fight his enemy. എന്നിട്ട് നമ്മൾ ഈ കണ്ടിരിക്കുന്ന പടയാളികൾ എന്താണ്, നമ്മുടെ ജോലി, നമ്മുടെ ഇൻഷുറൻസ്, സേവിങ്സ്, ഇങ്ങനെയുള്ള ഈ ആളുകൾ നമ്മുടെ പ്രശ്നങ്ങളോട് യുദ്ധം ചെയ്യണം. And I start to depend on these soldiers. അതുകൊണ്ട് തന്നെ നമ്മള് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ പടയാളികളിൽ ആശ്രയിക്കേണ്ടി വരും. Why does a king keep soldiers? He keeps soldiers so that the soldiers will fight for it. ഒരു രാജാവ് എന്തിനാണ് പടയാളികളെ സൈന്യത്തിൽ സൂക്ഷിക്കുന്നത്? അദ്ദേഹം വിചാരിക്കുന്നു പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പടയാളികൾ ഞങ്ങളെ രക്ഷിക്കുമെന്നാണ്. What is the secure job you have made for yourself? It doesn't help you when these things come. You will say, what is the use of this job? When I need, it is not helping me. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചിന്തിക്കും, ഈ നമ്മുടെ ജോലി കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചിന്തിക്കും. Similarly, the king is going to think, what is the use of this soldier? The soldier is not fighting the enemy. അതേപോലെ തന്നെ രാജാവ് വിചാരിക്കും, ഈ പടയാളികള് പ്രശ്നത്തിനെ തോൽപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പടയാളികൾ എന്ന് ചിന്തിക്കും. One day David was facing a very big problem with the enemy. ഒരു ദിവസം ദാവീദിന് ശത്രുക്കളിൽ നിന്ന് വലിയൊരു പ്രശ്നം നേരിടുകയാണ്. And the enemies were really strong. ശത്രു വലിയ ശക്തനായ ശത്രുവാണ്. So David thought to himself, I need to see how strong we are. നമ്മൾ എത്രമാത്രം ശക്തരാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. So he gave an order, let us do one thing, let us count all our soldiers. ഉടനെ രാജാവ് പറഞ്ഞു, ഓക്കെ, നമുക്ക് എത്രമാത്രം പടയാളികൾ ഉണ്ട് എന്ന് നമുക്കൊന്ന് എണ്ണി നോക്കാമെന്ന് പറഞ്ഞു. And from that we will come to know which soldiers are strong, which soldiers are weak, which are young, which are old, everything we will come to know.
അങ്ങനെ എണ്ണി നോക്കുമ്പോൾ നമുക്കറിയാം വയസ്സായവരെ പട്ടാളക്കാർ എത്രയുണ്ട്, ചെറുപ്പക്കാരായ പട്ടാളക്കാർ എത്രയുണ്ട്, ശക്തരായ പട്ടാളക്കാരുണ്ട്, ആരോഗ്യമുള്ള ആളുകൾ എങ്ങനെയുണ്ട്, എത്രയുണ്ട് എന്നൊക്കെ നമുക്കറിയാം എന്ന് ദാവീദ് വിചാരിച്ചു. And God was not happy with two occasions when it came to the children of Israelites. ഇസ്രായേൽ മക്കളുടെ കാര്യം വന്നപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. The first occasion was when the children of Israelites started asking for a king. ഒന്നാമത്തെ കാര്യം, ഇസ്രായേൽ ജനം രാജാവിനെ ആവശ്യപ്പെട്ടത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. And the reason for asking a king is because all the countries around them had a king. എന്തുകൊണ്ടാണ് അവർ രാജാവ് വേണമെന്ന് ആവശ്യപ്പെട്ടത്? അവർക്ക് ചുറ്റുവട്ടത്തുള്ള മറ്റെല്ലാ രാജ്യങ്ങൾക്കും രാജാവുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു രാജാവ് വേണം എന്ന് അവർ ആവശ്യപ്പെടുകയായിരുന്നു. And they said, we also want a king, at least somebody who will go ahead of us and who will lead us and who will fight with us. നമുക്കൊരു രാജാവിനെ വേണം, കാരണം നമുക്ക് മുന്നേ പോവുകയും നമുക്ക് വേണ്ടി പോരടിക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യുന്ന ഒരാൾ നമുക്ക് വേണം എന്ന് ഇസ്രായേൽ ജനം ആഗ്രഹിച്ചു. And God was not happy with that request. ഈ ഒരു ആവശ്യത്തിനെ കുറിച്ച് ദൈവത്തിന് വലിയ സന്തുഷ്ടം ഉണ്ടായിരുന്നില്ല അവരെ. Like many times we are not happy with the request our children put to us, but we still sometimes give them. Come again. Many times our children ask us certain requests which we are not happy with, but we still fulfill their wish. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മളോട് പല കാര്യങ്ങൾ ആവശ്യപ്പെടും, പക്ഷെ ഈ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ സന്തോഷമുള്ളവരായിരിക്കത്തില്ല. അത് നല്ലതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല, പക്ഷെ എങ്കിലും പിള്ളേർ പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അത് ചെയ്തു കൊടുക്കും. So God told that, okay, fine, if you want a king, you can have a king, but God also warned them of what will happen when a king comes. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചല്ലേ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു രാജാവിനെ തരാം, പക്ഷെ ഒരു രാജാവ് വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ദൈവം അവരോട് നേരത്തെ പറയുകയും ചെയ്തിരുന്നു. The second time God was unhappy was when David started numbering or counting the soldiers. രണ്ടാമത് ദൈവത്തിന് ഇഷ്ടമില്ലാതിരുന്ന കാര്യം ദാവീദ് പടയാളികളെ എണ്ണിയതാണ് ദൈവത്തിന് ഇഷ്ടമില്ലാതെ പോയ കാര്യം. But that is what insecurity does. ഇതാണ് നമ്മൾ സുരക്ഷിതരല്ല എന്നുള്ള ബോധം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇതേ കാര്യമാണ്. The moment there is a financial problem ahead of you, നമുക്ക് മുന്നിൽ ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന്റെ മുമ്പിൽ you will immediately take out all the money that is there in your pocket and you will count it. നമുക്കുള്ള പണമെല്ലാം എടുത്ത് നമ്മൾ അത് കൊടുക്കുവാൻ തയ്യാറാകും. Of whether you have enough money to fight that problem. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ആവശ്യമായ പണമുണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നുമില്ല. And that was the problem with David at that time. ഇതായിരുന്നു ദാവീദിന്റെയും ആ സമയത്തുള്ള പ്രശ്നം. When the problem was in front of him, he started counting. പ്രശ്നം അദ്ദേഹത്തിന്റെ കൺമുന്നിൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം പടയാളികളുടെ എണ്ണം എടുക്കാൻ തുടങ്ങി. He was counting because he was dependent on his soldiers to fight. രാജാവ് പിന്നെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ പടയാളികളിൽ ആശ്രയിക്കേണ്ടി വന്നു. When you see the problem of old age front of you, you will start counting whether how many soldiers you have to fight this. നമ്മുടെ വാർദ്ധക്യത്തെ കുറിച്ചും റിട്ടയർമെന്റിനെ കുറിച്ചും രോഗങ്ങളെ കുറിച്ചൊക്കെ വരുമ്പോ നമ്മള് ഇതേപോലെ സോൾജേഴ്സിന്റെ എണ്ണം എടുത്തിട്ട് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന പരിഹാരങ്ങൾ എണ്ണം എടുത്തിട്ട് നമ്മൾ അതിലെ ആശ്രയിക്കാൻ തുടങ്ങും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി. The problem is not in having all this. ഇതൊന്നും നമുക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. The problem is depending on these to save you from the enemy. ശത്രുക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. And God always says, you don't have to fight the battle. I will go ahead of you. I will fight for you. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ പോയി യുദ്ധം ചെയ്യും, ഞാൻ നിങ്ങൾക്ക് പകരമായി യുദ്ധം ചെയ്യുമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
So whether David had soldiers or he didn't have soldiers, God fights the battle. ദാവീദ് രാജാവിന് പടയാളികൾ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. ദൈവം ദാവീദിന് വേണ്ടി യുദ്ധം ചെയ്തു. But David stopped depending on God and started depending on his soldiers. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ഈ എണ്ണം എടുക്കുന്നതിലൂടെ അദ്ദേഹം സ്വന്തം പടയാളികളിലും സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയെയും ആശ്രയിക്കാൻ ആരംഭിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി. And that is why God was unhappy. അത് ഓർത്തിട്ടാണ് ദൈവം അത്ര സന്തോഷവാനല്ലായിരുന്നത്. That same David, when Goliath was in front of him, he didn't count what he had. ഗോലിയാത്ത് ദാവീദിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അദ്ദേഹത്തിന് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് ദാവീദ് അത്ര വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. He fought the giant depending on God. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ദാവീദ് ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുന്നത്. He didn't depend on his sling and his stones. അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ചവണയിലോ അല്ലെങ്കിൽ ആ കയ്യിലിരുന്ന കല്ലിലോ ഒന്നുമല്ല ആശ്രയിച്ചത്. That same David now is counting his soldiers. അതേ ദാവീദ് രാജാവ് തന്നെയാണ് സ്വന്തം സൈനികരെ എണ്ണിത്തിട്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. The question is today. നമ്മുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, all these problems are in front of you. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. Are you depending on your soldiers to fight this battle? നമ്മുടെ ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളെ തോൽപ്പിക്കാനായിട്ട് നമ്മൾ ഇത്തരം പടയാളികളിൽ എന്തൊക്കെ തരത്തിലുള്ള ആശയങ്ങളിലാണ് ആശ്രയിക്കുന്നത്? Or are you depending on God to fight this battle? അതോ ഈ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു? When the enemy is in front of you, are you counting what you have? ശത്രുക്കൾ നമ്മുടെ മുമ്പിലുള്ളപ്പം നമുക്കുള്ള കാര്യങ്ങളുടെ എണ്ണം നമ്മൾ എടുക്കാറുണ്ടോ? Or are you counting what God can do? ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തെ ആണോ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നത്? That is what the message is there from the lesson for you today. ഇതാണ് പാഠത്തിൽ നിന്ന് നമുക്കുള്ള സന്ദേശം. And more than you, it is for me. നിങ്ങളെക്കാളൊക്കെ ഉപരി എനിക്കുള്ള പരിഹാരമാണ്. And I want to stop here, leaving you with this thought. ഈ ചിന്ത നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. Please meditate on whatever you have learned today. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുക. And I hope this creates little more trust in God and little more faith and gives you direction where to go when the problem comes. പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങോട്ട് പോകണമെന്നും ആരെ ആശ്രയിക്കണമെന്നും ഇത് നമ്മളെ പറഞ്ഞു തരാൻ സഹായിക്കുന്നു. അത് നമ്മളെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കും. മറ്റു കാര്യങ്ങളിൽ ആശ്രയിക്കുന്നതിന് പകരം ദൈവത്തിൽ ഒരൽപ്പം കൂടെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. This is a little understanding and one step ahead in understanding how to manage your problem. നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് ഒരു പടി കൂടി കടന്നുള്ള ഒരു പരിഹാരങ്ങളാണ് ഞാനിപ്പോ വിശദീകരിച്ചത്. Thank you for the opportunity to speak to you and happy Sabbath once again to all of you. ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കാനുള്ള അവസരത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും മനോഹരമായ ഒരു ശബദ ആശംസിക്കുന്നു. ഇനി നമ്മുടെ ചോദ്യങ്ങളിലേക്ക് വരാം, സംശയങ്ങളിലേക്ക് വരാം. നിങ്ങളുടെ അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ പറയാം. ചോദ്യങ്ങളില്ല? സിസിലി, സംശയമുണ്ടോ? അമ്മ മറിയാമ്മ ബാബു ചോദിക്കാം. റിൻസി പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? സുദീപ, രമിത പ്രകാശ്, ഡോക്ടർ രാജൻ, പാസ്റ്റർ പി ടി ജെ.
Shiny, Dr. Praveen, Tangam, John. ക്ലാസ് വ്യക്തമായി പഠിക്കാൻ സാധിച്ചു. എല്ലാ ആഴ്ചയും ഒരു ദിവസം ക്ലാസ് കൊണ്ട് ഒരാഴ്ചത്തെ പാഠം മുഴുവൻ പഠിക്കാൻ ഡിഫറെന്റ് വ്യൂ പോയിന്റ് പഠിക്കാൻ സാധിച്ചു. Pastor P.T. Jacob is saying that this one-day class is helping us to learn the whole lesson in a different perspective. Thank you. വളരെ നന്ദി. ഇനി ആർക്കെങ്കിലും? പിന്നെ മറ്റൊരു കാര്യം കൊണ്ട് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്, നമ്മള് കഷ്ടകാലം വരുമെന്ന് ഓർത്ത് ഒന്നും കരുതി വെക്കേണ്ട കാര്യമില്ല. ആ സമയത്തേക്ക് ദൈവം എല്ലായ്പ്പോഴും ദൈവത്തിന് അതിനും പറഞ്ഞാൽ എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാന്നാ. അപ്പം വാർദ്ധക്യത്തിലായാലും കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിനായാലും ഏത് കാര്യവും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ ഗോലിയാത്തിന് മുമ്പിൽ ദാവീദിനെ ജയിപ്പിച്ച ദൈവം നമ്മോട് കൂടെ ഇരിക്കും എന്നുള്ളതാണ് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അമ്മ is saying that we need to depend on God and God will give the solution. So she says. Dr. P.D. Rajan is not able to open the mic, but he says it was nice. Good lesson study. ഇനിയും ആർക്കെങ്കിലും? പറയൂ, നിങ്ങളൊക്കെ പറഞ്ഞില്ല പിന്നെ ആരാണ് ഇതൊക്കെ പറയാ? നല്ല ക്ലാസ് ആയിരുന്നു. പറഞ്ഞോളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തെ മുൻനിർത്തി ജീവിച്ചാൽ ഏത് കാര്യം അസാധ്യമായ കാര്യങ്ങളെയും ദൈവം സാധ്യമാക്കി തരും. അങ്ങനെ ഒരു പാഠത്തിലൂടെ നമ്മൾ ഈ ആഴ്ച മുഴുവൻ പഠിച്ചത്. അത് നല്ലോണം പഠിപ്പിച്ച സാറിന് പ്രത്യേകം നന്ദി. Thank you. How to solve the problems? Actually, യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ചോദിക്കുന്നതാണ്. ഇപ്പൊ ആ ആശങ്ക ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? പഠിച്ചു കഴിഞ്ഞു മാസ്റ്റർ. ഇനി അല്പസമയം ഉള്ളത് ഇങ്ങനെ കേട്ട് അതിലങ്ങ് ഇൻവോൾവ് ആവുക. Praise God. Am I saying everything is gone? Every day we are listening and getting strength and going on. Only little more time is there. That's what am I telling. റിൻസി പറഞ്ഞു തുടങ്ങിയിരുന്നു. സാർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നേരത്തെ പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരാഴ്ചത്തെ പാഠം മുഴുവൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുമല്ല ഇനി ഫാമിലി ആകാൻ പോകുന്നവർക്ക്, അതായത് തലമുറയ്ക്ക് എപ്രകാരം നമ്മുടെ സമ്പാദ്യം സൂക്ഷിക്കണം, എപ്രകാരം ചെലവാക്കണം എന്നൊക്കെ ഉള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുള്ളൂ. പക്ഷെ അത് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ കൊണ്ട് സാധിക്കും. അത് ഈ ലെസൺ അതിന് സഹായിക്കുന്നുണ്ട് ഒരുപാട്. ഇനിയെങ്കിലും നമ്മൾ അത് എപ്രകാരം ആയിരിക്കണം എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. Since he is saying that how to plan and how to do things, save things, idea we are getting, especially those who are going to make homes. They are getting new ideas and thoughts. So she is saying thank you. And മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എങ്ങനെയാണ്? സാധാരണയായിട്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എങ്ങനെയാണ്? How we are trying to depend on God usually. ദൈവത്തിൽ ആശ്രയിക്കുവാണെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആശ്രയിക്കണം. ഇത് ഭയങ്കര തിയോളജി ആയിപ്പോയി. 100 മാർക്ക് സർട്ടിഫിക്കറ്റ് തരാം. പക്ഷെ നമ്മുടെ പ്രശ്നത്തിൽ എങ്ങനെയാണ്? പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച മറ്റേ ആ ബ്രദർ പഠിപ്പിച്ചില്ലേ, നമ്മള് എന്താവശ്യം വന്നാലും നമ്മൾ ആദ്യം എന്താണ് ചെയ്യണത്?
മനുഷ്യരെടുക്കെ എല്ലാവരോടും ചോദിച്ച് തളർന്ന് കിട്ടിയില്ല എന്ന് പറയാം. ഏറ്റവും അവസാനമാണ് നമ്മൾ ദൈവത്തിന്റെ അടുക്കെ പോയിട്ട് എനിക്കൊരു 10 രൂപയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനമാണ് ദൈവസന്നിധിയിൽ പോയിട്ട് അത് പറയുന്നത്. പക്ഷേ ഈ Even സത്യം if it പറഞ്ഞാൽ is a അങ്ങനെ 10 അല്ല. rupees need, you will go to God in the last moment. After asking everyone, then we will come to God. പക്ഷെ നമുക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാഠം പഠിച്ചതുപോലെ ആദ്യമേ തന്നെ നമുക്കത് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ നമ്മുടെ എന്ത് പ്രശ്നമായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് തന്നെ പറയണം. ദൈവം ചെയ്തു തരും. അതിപ്പോ ഒരു 10 രൂപയുടെ ആവശ്യമായിരുന്നാലും ശരി, എന്ത് ആവശ്യമാണെങ്കിലും ശരി, ദൈവത്തോട് തന്നെ ആദ്യമേ പോയി പറയാം. ഇപ്പൊ ഇത്രയും നാളും അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. Oh, she's ആ saying ഒരു that വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. now after learning this, she is practicing to start ask God in the beginning itself of the problem. Praise God, amazing. ഇത്രയും ഒരു വ്യക്തിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ സഹായിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ പർപ്പസ് ലക്ഷ്യമായി. നമ്മൾ ഈ ചെലവഴിക്കുന്ന സമയം, നമ്മൾ ഈ ചെലവഴിക്കുന്ന വൈദ്യുതി, നമ്മൾ ഈ ചെലവഴിക്കുന്ന ഇന്റർനെറ്റ്, നമ്മൾ ത്യാഗം ചെയ്യുന്ന ഫാമിലി ടൈം, ഇതൊക്കെ അനുഗ്രഹമാകുന്നത് ഇവിടെയാണ്. ഓ പ്രൈസ് ദി ലോർഡ്. ഒരാളെങ്കിലും പ്രയോജനപ്പെടുത്തുന്നതിൽ സന്തോഷം. ഇപ്പൊ എനിക്ക് വളരെ ധന്യത തോന്നുന്നു നമ്മൾ ചെലവഴിക്കുന്ന പണം. ഇനി നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതിന് മറ്റൊരു വശം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുക. ഗീവ് ഗോഡ് ഇൻ ദ ഫസ്റ്റ്. സാധാരണ നമ്മളുടെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കും. പ്രശ്നങ്ങൾ നമ്മളിപ്പോ പറഞ്ഞ ഓൾഡ് ഏജ് ആയിരുന്നാലും ദോസ് പ്രോബ്ലംസ് ആർ സ്റ്റിൽ ദേർ. ആ പ്രശ്നങ്ങളെല്ലാം അവിടെ തന്നെ നിൽക്കാൻ. സോ വി ഹാവ് എ സൊല്യൂഷൻ ഹിയർ. എന്താണ് പരിഹാരം? നമ്മൾ പണം സമ്പാദിക്കണം, ഇൻവെസ്റ്റ് ചെയ്യണം, സേവ് ചെയ്യണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പരിഹാരങ്ങൾ. ഈ പരിഹാരങ്ങൾ, പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ the problems are still there. We depend on these soldiers. We depend fully on these soldiers and we try to pray. ദൈവമേ സഹായിക്കണേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. We are asking God, അയ്യോ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വാർദ്ധക്യം വരാ, ഇങ്ങനെ പ്രശ്നം വരാ, ഞാൻ ഇങ്ങനെ പണം കണ്ടെത്താൻ ദൈവമേ സഹായിക്കണേ. സോ നമ്മള് ദൈവത്തിൽ ആശ്രയിക്കുന്ന അങ്ങനെയാണ്. Sometimes we depend God in like that. Problem is there, we have our own solution here and asking God, help me to fulfill this successful through these soldiers which I find. Am I right, Elder Manish? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? നമ്മളിങ്ങനെയൊക്കെ കരുതി കൂട്ടി കണക്ക് കൂട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് അനുഭവിക്കാവുന്ന എന്താ ഗ്യാരണ്ടി? എന്താ? ഓരോ ഉറപ്പില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊന്നും വെക്കാതെ ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുന്നത്. ദൈവവേലയെങ്കിലും വായിക്കട്ടെ. അതല്ല, ദൈവത്തെ മുൻനിർത്തി ഇത് കരുതി വെച്ചാല് ദൈവം നമ്മളോടൊരു വിട്ടുവീഴ്ച ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെ വെച്ചാതെ ഇതൊക്കെ സഭയ്ക്ക് കൊടുക്ക്, ദൈവവേല വളരട്ടെ. സത്യത്തിൽ നമ്മുടെ സഭ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ്. ആളുകള് കൊടുക്കാൻ തയ്യാറായാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരും. നമ്മള് സഭയ്ക്ക് കൊടുക്കാത്തത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെ പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ദൈവം നമുക്കൊരു പരിഹാരം തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെലവഴിക്കും. ശരിയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ആരോ വേറെന്തോ പറയാൻ ശ്രമിച്ചല്ലോ, പറഞ്ഞോളൂ. ശ്രമിക്കാനാണോ? ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കല്ലേ? എന്നെ വിളിച്ചായിരുന്നു. വിളിച്ചിരുന്നു. വേറെ എന്തോ പറയാൻ, കംപ്ലീറ്റ് ആയില്ലല്ലോ. അല്ല, അത് അപ്പോഴും സാറ് ചോദിച്ച ക്വസ്റ്റ്യന് മറുപടി പറഞ്ഞതാ. ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വേറെ ചോദിച്ചത് തന്നെ ആൻസർ പറഞ്ഞതാണ്. അല്ലാതെ ക്ലാസ് ആസ് യൂഷ്വൽ തോട്ട് പ്രൊവോക്കിംഗ്. And today I was I was worried about my child's future. But after this class, now I kept everything on God.
And now before this class, I was worried that will my child believe in God, and will he love and protect us when we get old? But now I realize that God is with us. Thank you, sir. ഇതൊക്കെയാണ് നമ്മുടെ നേട്ടങ്ങൾ. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മൾ ഈ ചെലവഴിക്കുന്ന പണത്തിൽ. ഈ ഒരു ബോധ്യങ്ങൾ ഒരാൾക്കെങ്കിലും ഉണ്ടായാൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൃതാർത്ഥമായി എന്ന് ദൈവം അതിനെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷം, വളരെ സന്തോഷം. പ്രൈസ് ഗോഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ പി ടി ജേക്കബ് നമ്മളെ പ്രാർത്ഥന നയിച്ച ആശീർവാദം പറയാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, തിരുനാമത്തിന് മഹത്വം. ദുഷ്കരമായ സമയങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് പഠിപ്പിച്ച് നിർവഹിക്കാൻ നന്ദിയോടെ സ്തോത്രം. പാഠം നീ നയിച്ചതായ ദാസനെ അവിടുന്ന് അനുഗ്രഹിച്ച് പരിശുദ്ധാത്മാവ് നിറച്ച് നല്ലവരെ പഠിപ്പിക്കാൻ സഹായിച്ചു ഉറപ്പയ്ക്കായി സ്തോത്രം. കേൾവിക്കാരായി ഞങ്ങൾ വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ചു ഉറപ്പയ്ക്കായി സ്തോത്രം. അനുഗ്രഹത്തിന്റെ ഒരു പാഠമായി തീരുവാൻ ദൈവം സഹായിച്ചുള്ള നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത് നീ കാണും വരേക്ക് അവിടുത്തെ കൃപ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങൾ പാഠപഠനത്തിന്റെ ഫലമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകുവാനും അത് നിത്യരാജ്യത്തിൽ അതിന്റെ ഞങ്ങൾ സ്വരൂപിച്ചതായ നിശ്ചയം അവിടെ കാണുവാനും സഹായിക്കണമേ. ഒറ്റ കുഞ്ഞുപോലും നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങൾ എല്ലാവരും നിത്യരാജ്യത്തിൽ കാണപ്പെടാൻ ഒരുക്കണമേ. പരിശുദ്ധനാഥ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സർവ്വബുദ്ധിയെയും കവിയും ദൈവസമാനത്താൽ നമ്മളെ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. വളരെ സന്തോഷം. കടന്നു വന്ന എല്ലാവർക്കും നന്ദി.